ഇപ്പോൾ പല ആൾക്കാരും കല്യാണം കഴിക്കേണ്ടെന്ന് പറയേണ്ട ഒരു മെയിൻ റീസൺ അത് തന്നെയാണ്. വൈ ഐ നീഡ് ടു സഫർ. നമ്മൾ നമ്മുടെ പാർട്ട്ണറെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് നമ്മുടെ കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അവരതൊന്ന് ലേൺ ചെയ്യുന്നുണ്ട്, ആൻഡ് ലേറ്റർ അവരുടെ റിലേഷൻഷിപ്പിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, കുട്ടികൾ കേട്ടല്ല കണ്ടാണ് പഠിക്കുന്നത് എന്നുള്ളത്. പാരൻസ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് വളരുന്ന ഒരു കുട്ടിക്ക് എപ്പോഴും റിലേഷൻഷിപ്പ് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ എപ്പോഴും അമ്മ ഇരുന്ന് കരയുന്നു, സോ റിലേഷൻഷിപ്പ് സഫറിങ് ആണ്. ഞാനും എപ്പോഴും കരയേണ്ടി വരും. അത് അവരിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതേസമയം ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അവർ കണ്ടു വളരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർ ഉണ്ടാവുമ്പോൾ അതൊരു ഗുഡ് തിങ് ആണ്. അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു പാർട്ട്ണർ വേണം, ലൈഫ് കുറച്ചൊരു ബ്യൂട്ടിഫുൾ ആവുക ഒരു പാർട്ട്ണർ വരുമ്പോഴാണ് എന്നൊക്കെയാണ് അവർ തിങ്ക് ചെയ്യുക. സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാരൻസിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ പല ആൾക്കാരും കല്യാണം കഴിക്കേണ്ടെന്ന് പറയേണ്ട ഒരു മെയിൻ റീസൺ അത് തന്നെയാണ്. വൈ ഐ നീഡ് ടു സഫർ. ഇപ്പോഴുള്ള കുട്ടികൾ എഡ്യൂക്കേറ്റഡ് ആണ്, ജോബ് ഉണ്ട്, സോ ഞാൻ എന്തിനു സഫർ ചെയ്യണം എന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്.